BJP തന്നെ വിലയിരുത്തൽ ഏതാണ്ട് 30% വോട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ആ മണ്ഡലത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് BJP വളരെ കൺസേർട്ടഡ് ആയിട്ട് ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്രിസ്ത്യൻ ഈ ക്രിസ്മസ് ആഘോഷത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രൻ ഈ ക്രിസ്തുമസ് ആഘോഷ നാളുകളിൽ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് കേക്കുകളുമായിട്ട് സ്നേഹ സന്ദേശ യാത്ര നടത്തുന്നു. നേരത്തെ ഈസ്റ്ററിൻ്റെ സമയത്ത് അവർ ഭവന സന്ദർശന പരിപാടികൾ നടത്തിയിരുന്നു. എന്ന് മാത്രമല്ല, തൃശ്ശൂർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിന് റിവാർഡായിട്ട് ജോർജ് കുര്യനെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കുന്നു. ആ അർത്ഥത്തിലൊക്കെ BJP ആ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ നടക്കാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേട്ടോ. ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെങ്കിൽ നിശ്ചയമായും ക്രിസ്തീയ സഭകളുടെ പിന്തുണ വേണം എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. എങ്ങനെയാണ് കേരള കോൺഗ്രസ് UDF വിട്ട് LDF-ലേക്ക് പോകുന്നത്? അതിന് സഭകളുമായി കൂടി ഒരു ബന്ധമുണ്ട്. എന്താണ് സഭയുടെ പ്രശ്നം? അന്ന് UDF-ൽ ഈ പറയുന്ന ലീഗിൻ്റെ ആധിപത്യം എന്ന് പറയുന്നൊരു പ്രശ്നം സഭകൾ അഭിമുഖീകരിച്ചിരുന്നു. അത് ഈ മഞ്ചലാംകുഴി അലിയുടെ 5ാം മന്ത്രിസ്ഥാനം മുതൽ ആ പ്രശ്നം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ലീഗിന് ആധിപത്യമുള്ളൊരു മുന്നണിയിൽ ഇനിയിപ്പോൾ ക്രിസ്തീയ സഭകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു പാർട്ടി തുടരേണ്ടതില്ല എന്ന് സഭകളൂടി ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ LDF-ലേക്ക് കേരള കോൺഗ്രസ് മാണി ഷിഫ്റ്റ് ചെയ്യുന്നത്, ആ ഗ്രൂപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ആ പാർട്ടി ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 5 വർഷം ആ രീതിയിൽ സഭകൾക്കൊരു പിന്തുണ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ സ്വയം വിമർശനപരമായിട്ട് ആലോചിക്കുന്നുണ്ട്.